പരിചയപ്പെട്ടില്ല എന്നേ ഉള്ളൂ. കണ്ടിരിക്കണു ഒരിക്കല് ദൂരത്തുനിന്ന്. ഈ പൊതുവാള പറഞ്ഞത് ഏറാൾപ്പാട് തമ്പുരാനാ പോണേന്ന്. പരിചയപ്പെടണമെന്നും സംസാരിക്കണമെന്നും നിശ്ചയകാലായിട്ടുള്ള മോഹാണ്. ഈ തിരുനടയിൽ വെച്ച് തന്നെ അതിന് സാധിച്ചത് എന്റെ ഭാഗ്യ. സൗകര്യപ്പെടുച്ചാൽ കോലോത്തേക്കൊന്നും വന്നാ വേണ്ടില്ല. എന്താ സൗകര്യപ്പെടേണ്ടത്? തമ്പുരാനെ പോലെയുള്ള സജ്ജനങ്ങളുമായി സംസാരിക്കാൻ കിട്ടണ ഒരവസരവും പാഴാക്കാൻ പാടില്ല എന്നാ എന്റെ വിചാരം. ഒക്കെ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം. പക്ഷേ ആ അനുഗ്രഹം അങ്ങോട്ട് പൂർണ്ണമായിട്ടില്ല എന്ന് തോന്നാ. അതെന്താ അങ്ങനെ തോന്നാൻ? ആ നേരിട്ടൊരു ദർശനം അതുണ്ടായില്ല ഇതുവരെ. ഇതേവരെ എന്ന് പറഞ്ഞാൽ ചെറുപ്പല്ലേ തമ്പുരാന്? ധാരാളം സമയം കിടക്കണു. അങ്ങടെ അപേക്ഷിച്ചോളുക. അത് മാത്രമേ ഉള്ളൂ അപേക്ഷ. ഒന്നും കൂടി ആവാം. മനസ്സിലായില്ല. ദശമസ്കന്ധം 30-ാം വൃന്ദാവനത്തിലെ ഗോപികമാരെ തനിച്ചാക്കിയിട്ട് കൃഷ്ണൻ അന്തർധാനം ചെയ്തപ്പോ അവര് കാട്ടിലുടനീളം നടന്ന് വൃക്ഷങ്ങളോടും വള്ളികളോടും മുൾപ്പടർപ്പിനോടും ആകാശത്തോടും ഒക്കെ ചോദിച്ചു അത്രേ, കണ്ടോ കണ്ണനെ കണ്ടോ കണ്ണനെ കണ്ടോന്ന്. തമ്പുരാൻ അറിയാണ്ടിരിക്കില്ല. ദൃഷ്ടോവ കച്ചിതശ്വസ്ഥ പ്ലക്ഷ നഗ്രോധ നോമന. വായിച്ചിരിക്കണോ? അതുപോലെ സകല ചരാചരങ്ങളോടും പ്രാർത്ഥിച്ചോളുക, ഒന്ന് കാണിച്ചു തരിക കണ്ണനെ, ഒന്ന് കാണിച്ചു തരിക കണ്ണനെ എന്ന്. അങ്ങനെ പ്രാർത്ഥിച്ചവര് രണ്ടാളുണ്ട് ഈ കലിയുഗത്തില്, വില്യോമംഗല സ്വാമിയാരും കുറൂരമ്മയും. ആ പ്രാർത്ഥനയിലൂടെ അവർക്ക് ദർശനഭാഗ്യം ഉണ്ടാവുകയും ചെയ്തു. അതിനു മുമ്പ് പക്ഷേ പരീക്ഷണങ്ങളും ക്ഷീണ്ടായി. എന്നാൽ ഞങ്ങള് ശങ്കര പൊതുവാളെ, പൊതുവാളിനോടൊരു കാര്യം പറയാണ്ടായിരുന്നു. എന്താണാവോ? ഇത്തിരി വിസ്തരിച്ച് പറയേണ്ടതാണ്. ഞാനൊന്ന് തൊഴുതു വരണവരെ കാത്തു നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടാവോ? എന്താ ബുദ്ധിമുട്ട്? ഞാൻ കാത്തു നിന്നോളാം. ശരി. ഭഗവാനെ, കൃഷ്ണ, ഗുരുവായൂരപ്പ. കാത്തുനിന്ന് മുഷിഞ്ഞോ? ഹേയ് ഇല്ല. ഗുരുവായൂർ അമ്പലത്തിന് മുന്നിൽ എത്ര നേരം നിന്നാലും ആർക്കാ മുഷിപ്പുണ്ടാവുക? ഒരു ദൗത്യം ശങ്കര പൊതുവാളിനെ ഏൽപ്പിക്കാൻ വേണ്ടിയാണ്. എന്താണാവോ? വില്വമംഗല സ്വാമിയാർ എനിക്കൊരു ഗ്രന്ഥം തരുണ്ടായി. വങ്കദേശത്തെ കവി രചിച്ചതാ ഗീതഗോവിന്ദം. വങ്കദേശത്തെ ഗീതഗോവിന്ദത്തിലെ ഗാനങ്ങൾ പാടി ജീവിക്കണ ഒരു സമുദായം തന്നെ ഉണ്ടത്രേ, ബാവുൾ എന്നൊരു സമുദായം. ഭാരതമൊട്ടുക്ക് ഈ ഗാനങ്ങൾ പാടാറുണ്ടത്രേ പൂജാ സമയത്ത്. സ്വാമിയാര് പറയണതാ. ഗീതഗോവിന്ദത്തിന്റെ അന്തസത്ത ഈശ്വര ജീവ ചൈതന്യാണ്. പൂജ എന്നുള്ള വാക്കും അത് തന്നെയാണല്ലോ. പൂ എന്ന ആദ്യാക്ഷരം പുരുഷനെയും ജ എന്ന അക്ഷരം പ്രകൃതിയെയും സൂചിപ്പിക്കണത്രേ. അതുകൊണ്ടാണത്രേ ഏത് മൂർത്തിയാണെച്ചാലും പൂജ സമയത്ത് ഈ ഗാനങ്ങൾ പാടുന്നത്. എനിക്കൊരാഗ്രഹമുണ്ട്. എന്താണാവോ? ഗീതഗോവിന്ദം എന്ന ഈ അഷ്ടപതി ഇവിടെ ഈ തിരുനടയിലും കൊട്ടിപ്പാടി സേവയാട്ടം നടത്തണമെന്ന് ഇടയ്ക്ക് വായിച്ച്. ശ്രമിക്കണം. പൊതുവാള് വിചാരിച്ച സാധിക്കും. കോലോത്തേക്കൊന്നും വരിക. ഗ്രന്ഥം ഞാൻ എടുത്തു തരാം. അഷ്ടപതിക്ക് ഇവിടെ ഉണ്ടാവണം പ്രചാരം. വന്നോളാം. എന്നാൽ അങ്ങനെ ആവട്ടെ. എന്റെ കൃഷ്ണ, ഈ നിയോഗം നേരത്തെ തന്നെ മഞ്ജുള എനിക്ക് നൽകിയതല്ലേ? മുത്തച്ഛനോടൊരു കാര്യം പ്രത്യേകം പറയാൻ എന്റെ കണ്ണൻ എന്നോട് പറഞ്ഞിരിക്കുന്നു. എന്ത് കാര്യം?